ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കിട്ടാത്തതാണ്. ഇപ്പോൾ ചിലർ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഏത് വാക്കാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെ വാക്ക് യൂസ് ചെയ്യണം എന്ന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് വേർബ്സ് പഠിക്കുകയാണ്. അത് ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കുറച്ച് പിക്ചറിലൂടെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കുട്ടി പുസ്തകം വായിക്കുന്നു. അപ്പോൾ ഏത് വേർബാണ് നമുക്കവിടെ മെയിനായിട്ട് ഉള്ളത്, അതായത് ഏത് ആക്ഷനാണ് ഈ കുട്ടി ചെയ്യുന്നത്? നമുക്കറിയാം അത് റീഡ് എന്ന വെർബാണ് അല്ലേ. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഈ പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ മോണിക്ക എ ബുക്ക്. ഇവിടെ നമ്മൾ പറയേണ്ടത് കുട്ടി വായിക്കുകയാണ് എന്നൊന്ന് മെൻഷൻ ചെയ്യണം. സോ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വേർബ്? റീഡ് ആണ്. സോ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈസ് റീഡിങ്. മോണിക്ക ഈസ് റീഡിങ് എ ബുക്ക്. അടുത്തൊരു ചിത്രം നോക്കാം. ഇവിടെ ഈ ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്? അതായത് എറിയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ എറിയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ത്രോ. എറിയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് ത്രോ. നമുക്കൊരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു സെന്റൻസ് നോക്കാം. സാഹിസ് എ ബോൾ ഡാഷ് എ ബോൾ. ഇവിടെ നമുക്ക് ഏത് വേർബാണ്? നമ്മൾ വേർബ് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്യണം. സാഹിസ് ഈസ് ത്രോയിങ്. അപ്പൊ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ഈ രീതിയിലാണല്ലോ പറയുക. സാഹിസ് ഈസ് ത്രോയിങ് ദ ബോൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഏത് സിറ്റുവേഷൻ ആണോ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള വേർബ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്ത ഒരു പിക്ചർ കാണിക്കാം. ഇവിടെ നോക്കൂ, എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു വേർഡ് തന്നെയാണ്, പക്ഷേ കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അത് ഓർമ്മ പുതുക്കുക. ഏതാണ് ഈ ഒരു വേർഡ്? ക്രോൾ ആണ്. അതായത് ഇഴയുക. കുട്ടികൾ ഇഴയുന്നതിന് പറയുന്നതാണ് ക്രോൾ. ഇനി നമുക്കൊരു എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ബേബി ഓൺ ദ ഫ്ലോർ. കുട്ടി തറയിലൂടെ ഇഴയുകയാണ്. അപ്പൊ എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? ഇതൊരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബേബി ഈസ് ക്രോളിംഗ്. ഓൺ ദ ഫ്ലോർ. നിലത്തൂടെ ഇഴയുകയാണ്. ഓക്കെ, നമുക്കൊരു അടുത്ത വാക്ക് കാണാം. 15 വേർബാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പഠിക്കുന്നത്. നോക്കൂ, എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു വേർബ് ആയിരിക്കും. മെഡിറ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രേ എന്ന് പറയാം. പ്രാർത്ഥിക്കുക. കുട്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ സെന്റൻസ് കൂടെ നോക്കാം. ഹി ഈസ് എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. സോ നമുക്ക് എഴുതാം ഹി ഈസ് പ്രേയിങ്. ഓക്കെ, അടുത്ത വേർബ് നമുക്ക് നോക്കാം. എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സംഭവത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ്? ട്രോളിയാണ്. അപ്പൊ അത് ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരികയാണ്. സോ ഉന്തുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഉന്തുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് പുഷ്. പുഷ് എന്നാണ് അല്ലേ. സോ നമുക്ക് നോക്കാം. സാംസൺ. ഉന്തുന്ന ആളുടെ പേരാണ് സാംസൺ. ഹീസ് ഡാഷ് ഹീസ് ട്രോളിങ്. സോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യണം. നമുക്ക് നോക്കാം. സാംസൺ ഈസ് പുഷിങ്. പുഷിങ് ഹിസ് ട്രോളി. ട്രോളി പുഷ് ചെയ്യാണ്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വേർബാണ്, പക്ഷെ കറക്റ്റ് സിറ്റുവേഷനിൽ നമ്മളത് യൂസ് ചെയ്യാൻ പഠിക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്, അല്ലേ? അതായത് നേരത്തെ നമ്മൾ കണ്ടത് പുഷായിരുന്നു, ഇവിടെ ചെയ്യുന്നത് പുള്ളാണ്, വലിക്കുകയാണ്, പുള്ളിയാണ്. ഏകദേശം സെയിം ട്രോളി തന്നെയാണ് ഇവിടെയും പുള്ളി ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ആ ഒരു വേർബ് ഇവിടെ സെന്റൻസ് ഇവിടെ എഴുതാൻ പറ്റും? ഷീ ഡാഷ് ഹെർ ട്രോളി. യെസ്, നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. ഷീ ഈസ് പുള്ളിങ് ഹെർ ട്രോളി. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ രാവിലെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് എക്സസൈസ്, അല്ലേ? എക്സസൈസ് ആണ് കുട്ടി ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യാണ്, അല്ലേ? കുട്ടി എക്സസൈസ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കാം. കുട്ടി എക്സസൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു പേര് കൊടുക്കാം. ശ്രുതി എന്ന് പേര് കൊടുക്കാം. ശ്രുതി എക്സസൈസ് ചെയ്യാന്നുള്ള പേര് പറയാം. സോ നമുക്ക് ശ്രുതി എക്സസൈസ് ചെയ്യാന്ന് പറയാം. ശ്രുതി ഈസ് എക്സസൈസിങ് എന്ന് ആണ് സെന്റൻസ് വരിക. ശ്രുതി ഈസ് ശ്രുതി എക്സസൈസ് ചെയ്യാണ്. ശ്രുതി ഈസ് എക്സസൈസിങ്. നമുക്ക് അടുത്തൊരു വെർബ് കാണാം. എന്താണ് ഇവിടെ കുട്ടി ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഓക്കെ, പൊട്ടിച്ചിരിക്കുകയാണ്. സോ ഏതാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക്? ലാഫ് ആണ്, അല്ലേ? ലാഫ് സെന്റൻസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഹി ഡാഷ് ഹാർഡ്ലി. ഹാർഡ്ലി അതായത് ഭയങ്കര ഒച്ചയോടെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ വന്ന ആ ഒരു സെയിം പാറ്റേൺ ആണ്. ഹി ഈസ് ലാഫിങ്. ലാഫിങ് ഹാർഡ്ലി, വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നു. ഇനി ഒരു വെർബ് കാണാം. എന്താണ് ഇവിടെ ഈ പിക്ചറിൽ ഈ കുട്ടി ചെയ്യുന്നത്? പാടുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെർബാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. സിങ്. ഒരു സെന്റൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? പപ്പു പാട്ട് പാടുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പപ്പു ഈസ് സിംഗിങ്. പപ്പു ഈസ് സിംഗിങ് എ സോങ് എന്ന് വരും. അടുത്ത ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? എന്തോ സംഭവം പിടിച്ചിട്ടുണ്ട്. അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക? പിടിക്കുക എന്നുള്ള ഒരു മീനിങ്ങിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കറക്റ്റ് ആയിട്ടുള്ള വെർബ് ഏതാണ്? ഹോൾഡ്. അപ്പം അത് വെച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാം. എന്താണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ. എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? രേണു ഡാഷ് എ കാർട്ടൺ. സോ ഒരു കാർഡ്ബോർഡ് ബോക്സിന് നമ്മൾ പറയുന്നതാണ് കാർട്ടൺ. ഈസ് ഹോൾഡിങ്. ഈസ് ഹോൾഡിങ് എ കാർട്ടൺ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? കിടന്നുകൊണ്ട് വരയ്ക്കുകയാണ്. സോ വരയ്ക്കുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഡ്രോ ആണ്. ഇതിനകത്ത് ഒട്ടുമിക്ക വേർബ്സും നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ അതായത് ഈ തപ്പൽ വരാനുള്ള മെയിൻ കാര്യം നിങ്ങളത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർബ് ആണെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രോ. സോ നമുക്കൊരു സെന്റൻസിൽ അത് യൂസ് ചെയ്ത് നോക്കാം. ഷീ ഡാഷ് എ പിക്ചർ. എന്താണ് ചെയ്യുന്നത്? ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഷീ ഈസ് ഡ്രോയിങ് എ പിക്ചർ. ഷീ ഈസ് ഡ്രോയിങ് എ പിക്ചർ. അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കൂ. എന്താണ് ഈ ഒരു കുട്ടി ചെയ്യുന്നത്? പിസ്സ കഴിക്കുകയാണ്. സോ
എന്താണ് കഴിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ്? ഈറ്റ്. ഈറ്റ് എന്നുള്ള വേർഡാണ്. അത് നമുക്കൊരു സെന്റൻസിൽ എങ്ങനെ വരും നോക്കാം. ഹി ഡാഷ് പിസ്സ. സോ നമുക്ക് എഴുതാം, സിമ്പിൾ ആണ്, നമുക്ക് ഓൾറെഡി വെർബ് അറിയാം. ഹി ഈസ് ഈറ്റിംഗ് എ പിസ്സ. ഹി ഈസ് ഈറ്റിംഗ് എ പിസ്സ. ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹോംവർക്ക് ആണ്. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി. എന്തോ ആലോചിക്കുകയാണ് അല്ലെ. സോ ആലോചിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർബ് ഏതാണ്? ഒട്ടുമിക്കവർക്കും അറിയുന്നതാണ്, തിങ്ക്. ആലോചിക്കുക. അതൊരു സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെ വരും? ഹി ഡാഷ് അബൌട്ട് സംതിങ്. അവൻ എന്തിനോ കുറിച്ചോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് എഴുതാം, ഹി ഈസ് തിങ്കിങ് അബൌട്ട് സംതിങ്. അവൻ എന്തിനെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ വേർബ്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആക്ച്വലി ഫൈൻഡ് ചെയ്ത് കമന്റിൽ എഴുതുക. അപ്പം ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അതായത് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുമ്പോൾ അത് എന്താണ്, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്ന് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഈ തിങ്കിങ് കപ്പാസിറ്റി, ഇംഗ്ലീഷിൽ തിങ്കിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ വേർബ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് ഫൈൻഡ് ചെയ്യുക, അത് കമന്റിൽ എഴുതുക. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി സെഷൻ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൂടുതൽ ലെസൺസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രാമറിലായാലും സ്പോക്കൺ ഇംഗ്ലീഷിലായാലും യൂസ്ഫുൾ ആകുന്ന എല്ലാ പാർട്ടും ഈ രീതിയിൽ തന്നെ പിക്ചർ വെച്ചിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ മറ്റ് ക്ലാസ്സുകൾ കാണാം. താങ്ക് യു.